വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. ഇന്ത്യക്കാർക്ക് റിലയബിലിറ്റി ഉള്ള വണ്ടികൾ പൊതുവേ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ടൊയോട്ടയ്ക്ക് ഇന്ത്യയിൽ ഒരുപാട് ഫാൻസ് ഉണ്ട്. ടൊയോട്ട ഏത് വണ്ടി ഇറക്കിയാലും അത് വാങ്ങാനായിട്ട് ആളുകൾ ക്യൂ ആണ്. എന്നാൽ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ടൊയോട്ട വണ്ടികൾ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്കതും നമ്മുടെ സുസുക്കിയുടെ വണ്ടികൾ റീബാഡ്ജ് ചെയ്ത് വരുന്നതാണ്. ഒന്നോ രണ്ടോ വണ്ടികൾ മാത്രമേ ടൊയോട്ട അവരുടേതായിട്ട് നമ്മുടെ ഇന്ത്യയിൽ വിൽക്കുന്നുള്ളൂ. പക്ഷേ നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിൽ ഇങ്ങനെയല്ല കഥ. അവിടെ ടൊയോട്ട അവരുടെ തന്നെ ഒരുപാട് വണ്ടികൾ ഇറക്കുന്നുണ്ട്. അവിടെ ടൊയോട്ട ശരിക്കും പോപ്പുലറാണ്. അതുകൊണ്ട് തന്നെ ടൊയോട്ട നല്ലപോലെ തന്നെ പുതിയ വണ്ടികളൊക്കെ അവിടെ ഇറക്കുന്നുണ്ട്. നമുക്ക് ഇന്ത്യയിൽ കിട്ടാത്തേക്കാളും കൂടുതൽ ടൊയോട്ടയുടെ വണ്ടികൾ അവിടെ അവർ വിൽക്കുന്നുണ്ട്. ആ വണ്ടികൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ വണ്ടി പറയുകയാണെങ്കിൽ നമ്മുടെ യാരിസ് ആണ്. യാരിസിൻ്റെ ഒരു സെഡാൻ വെർഷൻ നമുക്ക് ഇന്ത്യയിൽ കിട്ടുമായിരുന്നു, ഒരു 1.5 ലിറ്റർ എഞ്ചിനൊക്കെ വന്ന്. പക്ഷേ ആ ഒരു വണ്ടി ഇന്ത്യയിൽ അങ്ങോട്ട് ഹിറ്റായില്ല. എന്നാൽ ടൊയോട്ട നോക്കുകയാണെങ്കിൽ യാരിസ് എന്ന് പറയുന്ന ഹാച്ച് ബാക്ക് അവർ വിൽക്കുന്നുണ്ട്. ഗ്ലോബലി കിട്ടുന്നൊരു ഹാച്ച് ബാക്കാണ്, അത് അവർ പാകിസ്ഥാനിലും വിൽക്കുന്നുണ്ട്. അവിടെ ഇത് നല്ലപോലെ തന്നെ പോപ്പുലറാണ്. പാകിസ്ഥാനിൽ വിറ്റ്സ് എന്ന പേരിലാണ് ടൊയോട്ട ഈ ഒരു വണ്ടി വിറ്റുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ ഇതിൽ വരുന്നത് ഒരു 1.3 ലിറ്റർ എഞ്ചിനാണ്. അതേപോലെ തന്നെ 1.6 ലിറ്റർ എഞ്ചിനും ഇതിൽ വരുന്നുണ്ട്. 1.6ന് ഏകദേശം 100 PS പവറും ഉണ്ട്. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കും CVT ഗിയർ ബോക്സൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. പാകിസ്ഥാൻ മണി നോക്കുകയാണെങ്കിൽ ഏകദേശം 40 ലക്ഷം രൂപയോളം ഈ ഒരു വണ്ടിക്ക് എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ടിങ്ങിനെ വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു വണ്ടിക്ക് വരുന്നത് 12 ലക്ഷം രൂപയോളമാണ്. ഒരു ചെറിയ ഹാച്ച് ബാക്കിന് 13 ലക്ഷം എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിലെ ആ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഓവർ പ്രൈസ് തന്നെയാണ് ഈ ഒരു യാരിസിൻ്റെ പ്രൈസ്. പക്ഷേ അവിടെ ഈ വണ്ടി അത്യാവശ്യം പോപ്പുലറാണ്. അടുത്ത വണ്ടി നോക്കുകയാണെങ്കിൽ നമ്മുടെ കൊറോള ആൽറ്റിസ് ആണ്. ഈ വണ്ടി നമുക്ക് ഇന്ത്യയിൽ കിട്ടുമായിരുന്നു. ആ ഒരു B6 എമിഷൻ പ്രോബ്ലംസ് ഒക്കെ വന്നപ്പോഴാണ് ഇന്ത്യയിൽ ഇത് ഡിസ്കണ്ടിന്യൂ ആയത്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പുതിയ ജനറേഷൻ വന്നിട്ടുണ്ട്. എന്നാൽ ആ ഒരു പുതിയ ജനറേഷൻ അല്ല പാകിസ്ഥാനിൽ കിട്ടുന്നത്. നമുക്ക് ഇന്ത്യയിൽ കിട്ടിക്കൊണ്ടിരുന്ന ആ സെയിം വണ്ടിയുടെ ഫേസ് ലിഫ്റ്റാണ് പാകിസ്ഥാനിൽ കിട്ടുന്നത്. പാകിസ്ഥാനിൽ നമ്മുടെ പോലത്തെ ആ ഒരു എമിഷൻ പ്രോബ്ലംസ് ഒന്നും ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് നല്ലപോലെ പഴയ വണ്ടികളും അവിടെ ഇപ്പോഴും പല കമ്പനികളും വിൽക്കുന്നുണ്ട്. ആ കൂടുതലുള്ളൊരു വണ്ടിയാണ് നമ്മുടെ കൊറോള ആൾട്ടിസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ ഇതിൽ വരുന്നത് 1.6 എഞ്ചിൻ വരുന്നുണ്ട്, പെട്രോൾ. അതേപോലെ തന്നെ 1.8 പെട്രോൾ വരുന്നുണ്ട്. പിന്നെ ഒരു 2 ലിറ്റർ ഡീസലും വരുന്നുണ്ട്. 1.8 പെട്രോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 138 PS പവറാണ് അതിൻ്റെ ആ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 1.6നാണെങ്കിൽ 120 PS. ഇതിലും ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും അതേപോലെ തന്നെ CVT ഗിയർ ബോക്സൊക്കെ വരുന്നുണ്ട്. ഈ വണ്ടിയും അവിടെ ശരിക്കും പോപ്പുലറാണ്. ഈ വണ്ടി അവിടെ മാത്രമല്ല ഗ്ലോബലി എല്ലായിടത്തും പോപ്പുലറാണ്. എങ്കിലും പാകിസ്ഥാന് ഇതിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ കിട്ടുന്നില്ല. ഇപ്പോഴും ആ ഒരു പഴയ വേർഷൻ തന്നെയാണ് അവർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത വണ്ടി കൊറോള ക്രോസ് ആണ്. ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യക്ക് പറ്റിയൊരു വണ്ടിയാണ്. കാരണം നമ്മുടെ ഹൈ റൈഡർ പോലത്തെ ഒരു വണ്ടിയാണ്. വേണം അതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ളൊരു വണ്ടി എന്ന് വിളിക്കാൻ പറ്റും. നമ്മുടെ കൊറോളയുടെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു കോമ്പാക്ട് SUV ആണ്, അല്ലെങ്കിൽ ഒരു ക്രോസ് ഓവർ എന്നൊക്കെ വിളിക്കാൻ പറ്റിയ വണ്ടിയാണ് ഈ കൊറോള ക്രോസ് എന്ന് പറയുന്ന വണ്ടി. ഇതിൽ 1.8 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ 1.8 ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിനുള്ള മോഡലും വരുന്നുണ്ട്. ഹൈബ്രിഡ് എഞ്ചിനുള്ള മോഡലിന് ഏകദേശം 122 PS പവറും 163 Nm ടോർക്കും വരുന്നുണ്ട്. അതേപോലെ തന്നെ CVT ഗിയർ ബോക്സ് ഒക്കെ അവർ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹൈ റൈഡർ നോക്കുകയാണെങ്കിൽ 1.5 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. എന്നാൽ ഇതിന് പവർ കൂടിയ എഞ്ചിനും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് നമ്മുടെ ഹൈ റൈഡർ പോലെ ഇരിക്കുന്നത്. പക്ഷേ വില അത്യാവശ്യം കൂടുതലാണ്. 24 ലക്ഷം രൂപയോളം ഈ വണ്ടിക്ക് പ്രൈസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹൈലക്സിൻ്റെ ഒരുപാട് വേർഷൻസ് പാകിസ്ഥാനിൽ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒറ്റ ഹൈലക്സ് വരുന്നുള്ളൂ. എന്നാൽ പാകിസ്ഥാനിൽ നോക്കുകയാണെങ്കിൽ ഹൈലക്സിൻ്റെ തന്നെ പല പല വേർഷൻസ് അവർ കൊടുക്കുന്നുണ്ട്. വലിയ മാറ്റമൊന്നുമില്ല, എങ്കിലും അവർ കുറച്ച് വെറൈറ്റി ഒക്കെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഹൈലക്സ് റിവോ GRS എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നുണ്ട്. നമുക്കിവിടെ ഫോർച്യൂണറിൻ്റെ GR വേർഷൻ കിട്ടി. അതേപോലെ തന്നെ ഹൈലക്സിൻ്റെ ഒരു GR വേർഷനാണിത്. അപ്പം ഈ വണ്ടി നോക്കുകയാണെങ്കിൽ ഏകദേശം 45 ലക്ഷം രൂപയോളം മാത്രമേ അവിടെ ഇതിന് പ്രൈസ് വരുന്നുള്ളൂ. ഓവർ പ്രൈസ് ഒന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല പ്രൈസ് തന്നെയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ 2.8 ലിറ്റർ ആണ്, 200 PS, 500 Nm, 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്നത്. അത് നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന പോലെ തന്നെയാണ്, വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ ഒരു GR മോഡൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് GR ബാഡ്ജിങ്ങുകളും അതേപോലെ ചില കിറ്റുകളും ഫ്രണ്ടിലെ ഗ്രില്ലിനും അതേപോലെ കുറച്ച് മാറ്റങ്ങൾ, ബമ്പറിലെ കുറച്ച് മാറ്റങ്ങളുണ്ട്. കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടിരിക്കുന്ന ഒരു വണ്ടിയാണെന്ന് പറയാൻ പറ്റും ആ ഒരു GRൽ ആ ഒരു കിറ്റും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ. പിന്നെ ഹൈലക്സ് എന്ന് പറഞ്ഞൊരു വേർഷൻ വരുന്നുണ്ട്. ഇതിന് വേണമെങ്കിൽ ഒരു ബേസ് വേർഷൻ ഹൈലക്സ് നമുക്ക് വിളിക്കാൻ പറ്റും. അതായത് നോർമലായിട്ടുള്ള ആ ഒരു GR വേർഷനേക്കാളും ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹൈലക്സോട് നോക്കിയാലും ഇതൊരു ബേസ് വേർഷൻ എന്ന് പറയാൻ പറ്റും. കാരണം ഇത് നോക്കുകയാണെങ്കിൽ 17 ഇഞ്ചിൻ്റെ വീലുകളാണ് വരുന്നത്, ഫാബ്രിക് സീറ്റാണ് വരുന്നത്, പിന്നെ ഹാലജൻ ബൾബുകളാണ് ഇതിൽ വന്നേക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ സ്റ്റീൽ ട്രിമ്മൊക്കെയാണ്. അങ്ങനെ ഹൈലക്സിൻ്റെ ഒരു ബേസ് വേർഷൻ കുറച്ചുകൂടെ വില കുറച്ചിറക്കി ആളുകൾക്ക് വാങ്ങാൻ വേണ്ടി അഫോർഡബിളാക്കി ഇറക്കിയ ഒരു ഹൈലക്സ് ആണ് ഈ ഒരു ഹൈലക്സ് എന്ന് പറയുന്നത്. ഇതിന് പവറും കുറവാണ്, സെയിം എഞ്ചിനാണ് വന്നേക്കുന്നത്, സെയിം 2.8 ലിറ്റർ ഡീസൽ ഇതിൽ വന്നേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പവർ നോക്കുകയാണെങ്കിൽ 176 PS ഉള്ളൂ. ടോർക്ക് എന്ന് പറയുന്നത് 420 Nm മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഈ വണ്ടിയിൽ വന്നേക്കുന്നത്. ഇത്രയും ബേസ് വേർഷൻ ആണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഹൈലക്സിനേക്കാളും ഇതിന് വില കൂടുതലാണ്. നമ്മുടെ ഇവിടെ ബേസ് വേർഷൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 30 ലാഖാണ്. എന്നാൽ ഈ വണ്ടി നോക്കുകയാണെങ്കിൽ 33 ലക്ഷം രൂപയോളം ഇതിന് ആ ഒരു എക്സ്ഷോറൂം വില വരുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ. ഇത്രയും ബേസ് വേർഷനായിട്ട് കൂടി ഇതിന് വില കൂടുതലാണ്.
പിന്നെ നമ്മുടെ ഹൈലക്സിൻ്റെ ആ ഒരു സിംഗിൾ ക്യാബിൻ വേർഷൻ ഉണ്ട്, ആ ഒരു കൊമേഴ്ഷ്യൽ വണ്ടി, അതും അവിടെ കിട്ടുന്നതാണ്. അതിന് നല്ലപോലെ തന്നെ പ്രൈസ് കൂടുതലാണ്. 27 ലക്ഷം രൂപയോളാണ് ആ ഒരു കൊമേഴ്ഷ്യൽ വണ്ടിക്ക് അവിടെ വില വരുന്നത്. അതിൽ നോക്കുകയാണെങ്കിൽ സെയിം 2.8 ലിറ്റർ എഞ്ചിൻ തന്നെ വരുന്നത്, പക്ഷേ പവർ നല്ലപോലെ കുറച്ച് വെച്ചേക്കുന്നത് 150 PS മാത്രമേ ഉള്ളൂ. പിന്നെ 340 Nm ടോർക്കും അതിന് വരുന്നുണ്ട്. അതേപോലെ തന്നെ 2.7 ലിറ്റർ എഞ്ചിൻ ഓപ്ഷനിലും ആ ഒരു വണ്ടി അവൈലബിൾ ആണ്. അത് 166 PS പവർ വരുന്നുണ്ട്. നമ്മളിവിടെ ആ ഒരു സെഗ്മെൻറ്റിൽ ബൊലേറോ പിക്കപ്പ് ഉള്ളതുകൊണ്ട് തന്നെ വേറെ വണ്ടികളൊന്നും ആ ഒരു സെഗ്മെൻറ്റിൽ വലിയ മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ നമ്മുടെ സ്വന്തം ഫോർച്യൂണറും അവിടെയുണ്ട്. ഫോർച്യൂണർ അവരുടെ എല്ലാവരുടെയും ഫേവറേറ്റ് വണ്ടിയാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഫോർച്യൂണറിനെ അവിടെയുള്ള ആൾക്കാരും നല്ല പോലെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ പ്രൈസ് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ 1.5 കോടിയോളം രൂപയാണ് ഫോർച്യൂണറിൻ്റെ പ്രൈസ് വരുന്നത്. അതായത് അവിടുത്തെ കാശ് നമ്മുടെ ഇന്ത്യൻ മണിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ഏകദേശം 45 ലാക്കോളാണ് ഫോർച്യൂണറിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇന്ത്യയിലും പോപ്പുലറാണ്, അതേപോലെ തന്നെ പാകിസ്ഥാനിലും പോപ്പുലറാണ്. കാരണം നമ്മുടെ പോലത്തെ ആ ഒരു റഫായ സിറ്റുവേഷനാണ് അവിടെയും. അതുകൊണ്ട് നല്ല റിലയബിൾ ആയതുകൊണ്ട് എല്ലാവരും അവിടെ ആ ഒരു വണ്ടി യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. എഞ്ചിൻ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 2.7 ലിറ്റർ ഡീസൽ എഞ്ചിനും 2.8 ലിറ്റർ ഡീസൽ എഞ്ചിനുമാണ് വരുന്നത്. പവർ ഫിഗേഴ്സൊക്കെ ഏതാണ്ട് ഇവിടുത്തെ പോലെ തന്നെയാണ്. 2.8 നോക്കുകയാണെങ്കിൽ 205 HP പവറും വരുന്നുണ്ട്, 550 Nm ടോർക്കും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ പോലെ തന്നെ GR വേർഷനിലുള്ള ഫോർച്യൂണറും അവിടെ അവൈലബിൾ ആണ്. ബ്ലാക്ക് കളറിലൊക്കെ ആ ഒരു കളർ തീമും അതേപോലെ കുറച്ച് ബോഡിയിലൊക്കെ മാറ്റം വരുത്തി GR വേർഷനും അവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇന്ത്യയിൽ കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു യാരിസ് ഇപ്പോഴും പാകിസ്ഥാനിൽ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു പുതിയ ഫേസ് ലിഫ്റ്റാണ് അവർക്ക് കിട്ടുന്നത്. ഏതാണ്ട് നമ്മുടെ ആ ഒരു ഹാച്ച് ബാക്ക് യാരിസിൻ്റെ ഫ്രണ്ട് പോലെ തന്നെയാണ് ഇതിൻ്റെ ഇരിക്കുന്നത്. ആ സെയിം വണ്ടി അവിടെ ഇപ്പോഴും അവർ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ മാറ്റമൊന്നുമില്ല, ചെറിയ ഫേസ് ലിഫ്റ്റ് മാത്രമേ അതിൽ വന്നിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിലൊരു 1.3 ലിറ്ററും വരുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു 1.5 ലിറ്റർ എഞ്ചിനും വരുന്നുണ്ട്. 1.5 ലിറ്റർ നോക്കുകയാണെങ്കിൽ അതിന് ഏകദേശം 123 PS പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 140 Nm ടോർക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ മണിയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 13 ലക്ഷം രൂപയോളാണ് അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ടിങ് അവിടെ വരുന്നത്. 13 തൊട്ട് 19 ലക്ഷം രൂപ വരെയാണ് ഈ ചെറിയ വണ്ടിക്ക് പാകിസ്ഥാനിൽ വില വരുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഏകദേശം അത്രത്തോളം രൂപ അവിടെ ഈ ഒരു വണ്ടിക്ക് വില വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റത്തെ വണ്ടി നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഇന്ത്യയിൽ വരാൻ കൊതിക്കുന്നൊരു വണ്ടിയാണ്. ആ വണ്ടി ഇറങ്ങിയപ്പോൾ മുതൽ എല്ലാ ദിവസവും ഈ ഒരു വണ്ടി എപ്പോൾ വരും, ഇന്ത്യയിൽ എപ്പോൾ വരും എന്നായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ചിന്ത. അങ്ങനത്തെ ഒരു വണ്ടിയാണ് ഇത്. ഏറ്റവും പുതിയ ലാൻഡ് ക്രൂസർ പ്രാഡോ ആണ്, അതായത് LC250. ഇത് നമ്മുടെ പാകിസ്ഥാനിൽ അവൈലബിൾ ആണ്. ഇത്രയും നല്ലൊരു വണ്ടി നമ്മുടെ ഇന്ത്യ തരാതെ അവർ പാകിസ്ഥാനിൽ കൊടുക്കുന്നുണ്ട്. ഇത് ഇന്ത്യയിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഹിറ്റാവും. കാരണം ഡിഫൻഡറൊക്കെ നോക്കുകയാണെങ്കിൽ അതേപോലത്തെ ഒരു റിട്രോ ക്ലാസ് ലുക്ക് തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. റിഫൻഡറും ജി വാഗനൊക്കെ പോലത്തെ ആ ഒരു പഴയ ലുക്കൊക്കെ ഇൻസ്പയർ ചെയ്താണ് ഈ ഒരു പ്രാഡോ വന്നേക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ എന്തുകൊണ്ടോ ഇത് കിട്ടുന്നില്ല. എന്നാൽ പാകിസ്ഥാനിൽ ഈ ഒരു വണ്ടിയുണ്ട്. പാകിസ്ഥാനിൽ ഇതിൻ്റെ വില നിസ്സാരമൊന്നുമല്ല. നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 2.2 crore അവിടെ ഇതിന് വില വരുന്നത്. പാകിസ്ഥാനിൽ ഇതിന് 2 എഞ്ചിൻ ഓപ്ഷൻസും വരുന്നുണ്ട്. പുറത്തുള്ള പോലെ പവർ കൂടി എഞ്ചിൻ ഓപ്ഷൻസ് പാകിസ്ഥാനിൽ അവൈലബിൾ അല്ല. പാകിസ്ഥാനിലുള്ളത് ആ 2.7 ലിറ്റർ ഡീസലും അതേപോലെ തന്നെ 2.8 ലിറ്റർ ഡീസലുമാണ്. 2.8 ലിറ്റർ ഡീസൽ നോക്കുകയാണെങ്കിൽ 204 PS പവറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 550 Nm ടോർക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.